ഈ ഹിപ്നോതെറാപ്പി പറ്റി നിൽക്കുന്ന ഏറ്റവും രസകരമായ മിത്ത് എന്താണ് അപ്പോൾ? എനിക്ക് വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കോളിനെ പറ്റി ഞാൻ പറയാം. അതായത് ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് ഹിപ്നോസിസിലേക്ക് അങ്ങനെ എടുത്തിട്ട് അവരുടെ മനസ്സിലുള്ള രഹസ്യ കാര്യങ്ങളൊന്ന് ചോർത്തിയെടുത്ത് തരാമോ, പുള്ളി എന്നെ ചീറ്റ് ചെയ്തു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. വി ക്യാൻ നെവർ ഡു ദാറ്റ്. വേറൊരു വട്ടം എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് കോൾ എന്ന് ഞാൻ പറയാൻ കാരണം, എന്നെ ഒരു വട്ടം കോൾ ചെയ്ത് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ട്രാൻസിലെങ്കിലും ആ കുട്ടിയായിട്ടൊന്ന് സെക്സിൽ ഏർപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കതിന് സാധിക്കുമെന്ന് ചോദിച്ചിട്ട്. എത്തിക്കലി നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ബട്ട് ഈ വക മിത്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിനെ നമുക്ക് ട്രാൻസിക്ക് എടുത്തിട്ട് അവരുടെ മനസ്സിലുള്ള സാധനം ചോർത്തിയെടുക്കാം, ഇന്ന ആളെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് അവരെ കൊണ്ട് എന്തും ചെയ്യിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്? ഞാൻ ഇവിടേക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് വന്നിരിക്കുമോ? ഒരു രീതിയിലും അപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല പേഴ്സൺ. ക്ലയൻറ്റിനെ തന്നെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ലൈക്ക് കൺഫാബുലേഷൻസ് എന്ന് നമ്മൾ പറയും. അതായത് അവർ ഹിപ്നോസിസിലേക്ക് പോകുന്ന, അതായത് എത്രത്തോളം കോഗ്നിറ്റീവ്ലി അവരവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് കാര്യം. അവർ ഒരു 30% കോഗ്നിഷൻ ഉണ്ടെങ്കിൽ, അതായത് എല്ലാവർക്കും ഹിപ്നോതെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൈക്കോസിസ് ഉള്ള ക്ലയൻസിന് നമ്മൾ ഹിപ്നോസിസ് ചെയ്യില്ല, കാരണം ഓൾറെഡി അവർക്ക് ഹാലൂസിനേഷൻസും പല സമയത്ത് ഡിലൂഷൻസും ഉണ്ടാവും. അപ്പോൾ ഹിപ്നോസിസിൽ പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ ഈ പറയുന്ന സിംബോളിക്കായിട്ടും അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാണാൻ പറ്റില്ല. ചിലപ്പോൾ അത് അവരുടെ റിയാലിറ്റിയാണ്, ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ മാനിപ്പുലേഷൻസ് ക്ലയൻസിന് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവാം. എനിക്ക് തോന്നണില്ല തെറാപ്പിസ്റ്റുകൾ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന്. ഞാൻ ചെയ്യാറില്ല. എനിക്ക് മൊത്തത്തിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഒരു ന്യൂറോ സയൻസിൻ്റെയും സൈക്കോളജിയുടെയും കുറച്ചുകൂടെ ഒരു ഇവോൾഡ് വേർഷൻ അല്ലേ ഹിപ്നോതെറാപ്പി? അപ്പോൾ അതെ, ഇപ്പോൾ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ടൂളാണ്. പിന്നെ ഇപ്പോഴാണ് കുറേം കൂടി ഇൻറ്റഗ്രേറ്റഡ് ആയി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്ലെക്റ്റിക് അപ്രോച്ചിലേക്ക് ഹിപ്നോതെറാപ്പി വളരുന്നത്. ഇത് വളരുന്നതനുസരിച്ച് അതിൻ്റെ റിസർച്ചിലായാലും പ്രോഗ്രസ് ഉണ്ട്. പണ്ട് കാലത്ത് എല്ലാവരും ചിന്തിച്ചിരുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്പ് ചെയ്യുന്നു, ബോധം കെടുന്നു, അതിൽ നിന്ന് ഇന്നെ എത്രത്തോളം മാറി. ഒരുപാട് റിസർച്ചിൻ്റെ ബാക്കപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് തന്നെയാണ് ഹിപ്നോതെറാപ്പി. ഈ ഹിപ്നോതെറാപ്പി നമ്മൾ പെർസീവ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഗ്ലോബലി പെർസീവ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഗ്ലോബലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡാണ്. എവിടെ നിന്നാണ് നമ്മളിത് പഠിച്ചത്, ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ അനുസരിച്ചിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ആ തെറാപ്പിസ്റ്റിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പാസ്റ്റ് ലൈഫിനെ പറ്റി ഭയങ്കര ഒരു പല ഡിഫറൻഷ്യൽ ആയിട്ടുള്ളൊരു ആൻസർ അല്ലേ തന്നത്. പാസ്റ്റ് ലൈഫിനെ പാസ്റ്റ് ലൈഫായിട്ട് കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ എനർജീസിനെ എനർജീസ് ആയിട്ടും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫാണ് ഓക്കെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് മിനി മാസ്റ്റേഴ്സ് മിനി ലൈഫ്സ് എല്ലാം വായിച്ചിട്ടില്ലേ? അതിൽ പാസ്റ്റ് ലൈഫ്സ് ഹീൽ ചെയ്യുമ്പോഴാണ് ക്ലയൻറ്റ് ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം അതിനെ ആ ഡിഫിനിഷനിൽ കാണുന്നവരും ഉണ്ട്. മുന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു EMDT എന്തോ ഓക്കെ, അങ്ങനത്തെ ഒന്ന് രണ്ട് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിങ്, EMDR. അപ്പോൾ അങ്ങനെയുള്ള ഈ തെറാപ്പിക് പ്രാക്ടീസസിൻ്റെ കൂടെ ഹിപ്നോതെറാപ്പിയും കൂടെ ചെയ്യാറുണ്ടോ? യെസ്, കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേം കൂടി എഫക്റ്റീവ്നെസ് കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിപ്നോതെറാപ്പി സബ് കോൺഷ്യസ്ലി ആണ് വർക്ക് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ കൂടെ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സും അഡ്രസ്സ് ചെയ്യണം. സബ് കോൺഷ്യസ്ലി മാത്രം അഡ്രസ്സ് ചെയ്യാതെ എപ്പോഴും സബ് കോൺഷ്യസ്ലി അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇറ്റ് എഫക്ട്സ് അവർ കോൺഷ്യസ് മൈൻഡ് ബിക്കോസ് ഇറ്റ്സ് സ്ട്രോങ്കർ, 6000 ടൈംസ് മോർ പവർഫുൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോൺഷ്യസ് തോട്ട്സും ബിലീവ്സും അങ്ങനത്തെ കാര്യങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവാണ്. ഈ അടുത്തുണ്ടായ ഈ ഹിപ്നോതെറാപ്പി ഇപ്പോൾ ഭയങ്കരമായിട്ട് റിസർച്ചസ് ഒരുപാട് നടക്കുന്നു പറഞ്ഞു. ഈ അടുത്തുണ്ടായ ഏതെങ്കിലും റിസർച്ച് ഭയങ്കരമായിട്ട് കേട്ടിട്ട് ഞെട്ടിപ്പോയൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ഹിപ്നോതെറാപ്പിയിൽ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോളേജിൽ ഈ പറഞ്ഞതൊന്നും കേട്ട് എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ലൈക്ക് പാസ്റ്റ് ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ബാഡ് ഹാബിറ്റ്സ് നിർത്താൻ പറ്റുമെന്ന്, ഇതൊക്കെ ലൈക്ക് മേ ബി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തുണ്ടാവും. പക്ഷേ അതുകൊണ്ടാണ് ചോദിച്ചത്. പാസ്റ്റ് ലൈഫ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു റിസർച്ച് നടത്തിയിട്ട് എത്രത്തോളം അതിൽ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അധികം അറിയില്ല. പക്ഷേ റിസർച്ചസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ ട്രോമയിൽ നിന്ന് റിലീഫ് ഉണ്ടാവുക. കാരണം സിംബോളിക്കലി ആണെങ്കിൽ പോലും സബ് കോൺഷ്യസ്ലി അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്.
ഇറ്റ്സ് ഓൾ കമ്മിങ് ഡൗൺ ടു ഹൗ ദ ക്ലയൻറ്റ് ഇസ് പ്രോസസ്സിങ് ദിസ് ഇൻഫർമേഷൻ. അപ്പോൾ അത് നടക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും ലൈഫിലുള്ള ഈ അൺപ്രോസസ്ഡ് ഇമോഷൻസിലുള്ള ഒരു മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, അത് അവരുടെ ഡേ ടു ഡേ ലൈഫിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു മെൻ്റൽ ഇഷ്യൂ ആയിട്ട് വന്ന അല്ലെങ്കിൽ ഒരു ഡിസോർഡേഴ്സ് ആണോ ഹെൽത്ത് ഇഷ്യൂസ് ആണോ അങ്ങനെ മെൻ്റൽ ഇൽനെസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഹൗ ഡു യു ടെൽ ദം ലൈക്ക് ഹിപ്നോതെറാപ്പി വേണമെന്ന് പറയാറുണ്ടോ? എൻ്റെ അടുത്തേക്ക് വരുന്ന മിക്ക ക്ലയൻസും ക്ലിനിക്കൽ കേസസ് ആയിട്ടാണ് വരുന്നത്. അതല്ലാതെ ഇപ്പം ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിന് വരുന്ന ക്ലയൻസ് എല്ലാം ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ കൗൺസിലിങ്ങിന് വരുന്ന ക്ലയൻസ് ആയാലും ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പി മൊഡാലിറ്റിയാണ്. അതുവഴി നമുക്ക് ഏതൊരു രീതിയിലുള്ള ചെറിയ പ്രശ്നത്തിനാണെങ്കിലും വലിയ പ്രശ്നത്തിനാണെങ്കിലും എഫക്റ്റീവ്ലി നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. ഇപ്പോൾ ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ക്ലയൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോസിസ് പോലത്തെ കേസസ് ആണെങ്കിൽ ഐ എം എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഐ ഡോണ്ട് ഡീൽ വിത്ത് സച്ച് കേസസ്. ഒന്നെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോ അത് റെഫറൽ കൊടുത്ത് വിടാറാണ് പതിവ്. ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി യൂസ് ചെയ്യണമെങ്കിലും നമുക്കൊരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് കോഗ്നിഷൻ വേണം. എങ്കിൽ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഇന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഹിപ്നോതെറാപ്പിയാണ്. വേറൊരു മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് ആണുള്ളെങ്കിൽ ഇതല്ല. ആങ്സൈറ്റി, ഐ വുഡ് സേ ആങ്സൈറ്റി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര കോമൺലി കാണുന്ന ഒരു കാര്യമാണല്ലോ. ആങ്സൈറ്റി ഉള്ള ക്ലയൻസിനെല്ലാം ഹിപ്നോതെറാപ്പി ഭയങ്കര എഫക്റ്റീവായിട്ട് ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹിപ്നോതെറാപ്പി ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച്ഡാണ്, സ്റ്റഡീഡാണ്. IBSനായാലും പല പെയിൻ ഡിസോർഡേഴ്സിനായാലും സ്മോക്കിങ്ങിനായാലും പല മെൻ്റൽ ഇൽനെസ്സുകൾക്കായാലും ഡീസെൻസിറ്റൈസ് ചെയ്യാനായാലും ആങ്കറിങ് ചെയ്യാനായാലും എല്ലാത്തിനും ഹിപ്നോതെറാപ്പി യൂസ്ഫുൾ ആണ്. ഈ വർക്ക് ലൈഫ് സ്ട്രെസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇപ്പം ഭയങ്കരമായിട്ട് കൂടി വന്നപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായല്ലോ ഈ വയില്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ആൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതർ റിസൈൻ ചെയ്ത് പോകുന്നുള്ളൂ. ഞാനിത് അപ്പോഴത്തെ ആൻസൈറ്റിയിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ റിസൈൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ സഹിക്കുക. ലൈക്ക് മാനേജ്മെൻറ്റ് എന്തായാലും നമ്മൾ അയ്യോ പാവം മോനെ ഇത്ര പണിയെടുത്താൽ മതി എന്ന് ഒരിക്കലും പറയാൻ പോണില്ല. അപ്പം കുറച്ചുകൂടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഹി ഓർ ഷീ ക്യാൻ വർക്ക്. സോ അതിൽ ആക്ച്വലി എന്തെങ്കിലും ഈ രീതിയിൽ ഹിപ്നോതെറാപ്പി വഴി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് നടന്ന കേസിൽ ഐ ഡോണ്ട് തിങ്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു ആ കുട്ടിക്ക് വേണ്ടതെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഷി വാസ് വർക്കിംഗ് ടു മച്ച്. ഷി വാസ് സ്കിപ്പിംഗ് ഹെർ ഫുഡ്, സ്ലീപ്പ്, സോഷ്യൽ ലൈഫ്. ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ, ഹെൽത്തി ആയിട്ട് ഫങ്ഷണൽ ആയിട്ടിരിക്കാൻ ഇതെല്ലാം ആവശ്യമാണ്. അവിടെ ആവശ്യമുണ്ടായിരുന്നത് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള സ്ട്രെങ്ത്താണ്. ആ എംപവർമെൻറ്റ് ഹിപ്നോതെറാപ്പി യൂസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ല അവിടെ ആവശ്യം, ഒരു ജോലിയല്ല. നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ല് പറയും, ചുമരുണ്ടെങ്കിലാണ് ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന്. ആദ്യം ആ ചുമരിനെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ, എവിടെയാണ് നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനും നോ പറയാൻ ബുദ്ധിമുട്ടിയ പല സാഹചര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകാം, അസോസിയേഷൻസ് ഉണ്ടാവാം, വീട്ടിൽ നിന്ന് ചെറുപ്പം തൊട്ട് പഠിച്ച് വളർന്നിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാവാം. അതിനെ ചേഞ്ച് ചെയ്യാനും കുറേയും കൂടി അത് എഫക്റ്റീവ്ലി ഡീൽ ചെയ്യാനും പറ്റും. ഒരു ജോലി പോയാൽ പോട്ടെ എന്ന് വിചാരിക്കണം, ലൈഫിൻ്റെ അത്ര വലുതല്ലല്ലോ.